ഇ ഡി റെയ്ഡിൽ പി നിഖിലിന് പാർട്ടി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇ ഡി നീക്കത്തെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടാനാണ് തീരുമാനം. എ.കെ. അഭിലാഷ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അഭിലാഷ്, നിർണായകമായ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ പിണറായി വിജയന് പിന്നാലെ ഇപ്പോൾ മുൻ മന്ത്രി പി മുഹമ്മദ് റിയാസിലേക്ക് കൂടി അന്വേഷണം നീളുമ്പോൾ അത് പാർട്ടിയെ കൂടി സമ്മർദ്ദത്തിലാക്കുന്നത് ആണ് എന്നുള്ള തിരിച്ചറിവ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയപരമായും നിയമപരമായും നേടുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്താണ് നിഖിൽ നൽകിയ വിശദീകരണം? എന്താണ് പാർട്ടിയുടെ തീരുമാനം? ഇപ്പോൾ യോഗം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അഭിലാഷ്? ഷിഹാസെ, പിണറായി വിജയനിൽ നിന്നും ഫോക്കസ് മുഹമ്മദ് റിയാസിലേക്ക് മാറുന്നു എന്ന് തന്നെയാണ് CPM വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പാർട്ടി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനുള്ള നീക്കം അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അടിയന്തര CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചു ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ യോഗത്തിൽ ഈ പി നിഖിൽ അടക്കമുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളടക്കം പങ്കെടുക്കുകയും ചെയ്തു. കാരണം നമുക്കറിയാം, പി നിഖിലിന്റെ വീട്ടിലും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങളിലുമായിരുന്നു ഇന്നലെ ED പ്രധാനമായും റെയ്ഡ് നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്ന് ഇദ്ദേഹം ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുകയും എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്ത് ഇതിൽ പ്രധാനമായും നിഖിൽ ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞിരിക്കുന്നത് തനിക്ക് വീണ ടിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളില്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളുമില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ പറയുകയും ചെയ്തു. ഇത് CPM സെക്രട്ടേറിയറ്റ് സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ നിഖിൽ പൂർണ്ണമായുള്ള രാഷ്ട്രീയ പിന്തുണയും അതോടൊപ്പം തന്നെ നിയമപരമായ പിന്തുണയും നൽകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഏതായാലും നിർണായകമായ ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നു. പ്രധാനമായും മുഹമ്മദ് റിയാസിനെ ലക്ഷ്യം വയ്ക്കുന്നു, ഉന്നം വയ്ക്കുന്നു ED എന്നുള്ള വിലയിരുത്തൽ അവരുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും മുഹമ്മദ് റിയാസ് നേരത്തെ തന്നെ പറഞ്ഞത് ഒരു പുകമറ സൃഷ്ടിച്ച് തൻ്റെ സുഹൃത്തുക്കളിലേക്കും മറ്റുള്ള ആളുകളിലേക്കുമൊക്കെ അന്വേഷണം കൊണ്ടുപോയി തന്നെ സംശയനിഴലിൽ നിർത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ EDയുടെ ഭാഗത്ത് നടക്കുന്നത്. പക്ഷേ തന്നെ ഇത്തരത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്താൻ കഴിയില്ല. താൻ നേരത്തെ സ്വീകരിച്ച നിലപാടുകൾക്ക് അനുസൃതമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം കൂടി പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലേക്കർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് താൻ നേരത്തെ പറഞ്ഞതിനപ്പുറത്ത് ഈ ഒരു കാര്യവും പറയാനില്ല. കാരണം തൻ്റെ നോമിനേഷനുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. പക്ഷേ അപ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ മുഹമ്മദ് റിയാസ് തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഏതായാലും മുഹമ്മദ് റിയാസ് ഇക്കാര്യത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവരങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം കൂടി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ പി നിഖിലിന് രാഷ്ട്രീയമായുള്ള പിന്തുണ നൽകാനുള്ള ഒരു തീരുമാനമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ റെയ്ഡ് നടത്തിയ പലരെയും സമ്മർദ്ദത്തിലാക്കാൻ ED ഉദ്യോഗസ്ഥർ ശ്രമിച്ചു എന്നുള്ള ആരോപണങ്ങൾ കൂടി ഉയരുന്നുണ്ട്. നിഖിലല്ലാതെ മറ്റു പല സുഹൃത്തുക്കളെയും ഇത്തരത്തിൽ ED റെയ്ഡിന്റെ ഭാഗമായി പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരെയാണ് ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കം നടന്നത് എന്നുള്ള ആരോപണമാണ് ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നത്. ശരി, എ.കെ. അഭിലാഷാണ് കോഴിക്കോട് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.